വളാഞ്ചേരിയിൽ അക്കിയ സോളാറിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ അന്വേഷിച്ചു വന്നത് ഹൈബ്രിഡ് സോളാർ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. നമ്മളിപ്പോ മിക്സി മോട്ടർ ഇടാന് അതിനൊക്കെ ഇപ്പൊ സാധാ ഒരു ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യൂല അത്. പക്ഷെ നമ്മളെ ഈ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും ചെയ്യും. കറണ്ട് ഇല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. അപ്പൊ നമ്മളെ മെയിൻ ആള് ഷാഫിക്ക ഇവിടെ ഉണ്ട്. ഏതാണ് നല്ല സോളാർ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ആണ്. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടിന്റെ ഒരു ഇൻവെർട്ടർ ആണ് IP21. അതുപോലെ തന്നെ അതിനൊരു കോമ്പിനേഷൻ ആയിട്ട് UTL-ന്റെ 5 kWh ബാറ്ററി. ഇതിന്റെ നമുക്ക് ഓഫ് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം, ഹൈബ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം, ഓൺ ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നേരിട്ട് കണ്ടറിയണല്ലോ. അതെ, തീർച്ചയായും. അപ്പൊ നമ്മളെ ഹൈബ്രിഡ് സോളാർ വെച്ച സൈറ്റിലേക്ക് നമ്മൾ നേരിട്ട് വന്നൊക്കെയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ നമ്മളെ അക്കിയ സോളാർ വളാഞ്ചേരിയിൽ അക്കിയ സോളാറിൽ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മളെ ഷോപ്പ്. അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് കൂടുതൽ ഡീറ്റെയിൽസും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മൾ അന്വേഷിച്ചു വന്നത് ഹൈബ്രിഡ് സോളാർ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. അപ്പൊ നമുക്ക് പോയി നോക്കാം. അത് കറണ്ട് പോയാലും വർക്ക് ചെയ്യും. അതേപോലെ നമ്മളിപ്പോ മിക്സി, അതേപോലെ ഇപ്പൊ നമ്മളിപ്പോ വെള്ളം കഴിഞ്ഞാൽ മോട്ടർ ഇടാന് അതിനൊക്കെ ഇപ്പൊ സാധാ ഒരു ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യൂല അത്. പക്ഷെ നമ്മളെ ഈ ഹൈബ്രിഡ് സോളാർ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കും ചെയ്യും. കറണ്ട് ഇല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. അഫോർഡബിൾ പ്രൈസിന് ഇവിടെ കിട്ടും എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് കൂടുതൽ കാര്യം അറിയാം. ഓക്കെ, അപ്പൊ നമ്മളെ മെയിൻ ആള് ഷാഫിക്ക ഇവിടെ ഉണ്ട്. ഷാഫിക്കാനോട് തന്നെ എല്ലാം ചോദിക്കാം. നമുക്കൊരു സോളാർ വേണ്ടീനു വീട്ടിക്ക്. അപ്പം ഏതാണ് നല്ല സോളാർ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞുതരും. ഓക്കെ, ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ആണ്. KSEB-ക്ക് ഇപ്പം താരിഫിന്റെ ഇഷ്യൂ ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടിന്റെ ഒരു ബ്രാൻഡ്. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ ഉണ്ടാക്കുന്ന ബ്രാൻഡാണ്. ഇവരുടെ ഒരു ഇൻവെർട്ടർ ആണ് IP21. അതുപോലെ തന്നെ അതിനൊരു കോമ്പിനേഷൻ ആയിട്ട് UTL-ന്റെ 5 kWh ബാറ്ററി. അതെ, രണ്ടും തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ആണ്. നമുക്ക് ഓൺലൈനിൽ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. വീട്ടിലേക്ക് എത്ര പവർ ഉപയോഗിക്കണു, എത്ര എക്സ്പോർട്ട് ചെയ്തു, എത്ര പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്, എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് എവിടെ നിന്ന് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും പറ്റും. അങ്ങനെ വരുന്നത്. പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങളും വർക്കും ചെയ്യും അല്ലേ? പിന്നെ ഇതില് 6.5 kW വരെ കണ്ടിന്യൂസ് ലോഡ് കൊടുക്കാൻ പറ്റും. ഇതിന്റെ നമുക്ക് ഓഫ് ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം, ഹൈബ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം, ഓൺ ഗ്രിഡ് ആയിട്ട് ഉപയോഗിക്കാം. എല്ലാ ഇതിലും സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇത് മാത്രല്ല നമ്മൾ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്ത സൈറ്റ് തീർച്ചയായിട്ടും സൈറ്റും കൂടി നമുക്ക് കാണാം. നമ്മൾ നേരിട്ട് കണ്ടറിയണല്ലോ. അതെ, തീർച്ചയായും നമുക്ക് സൈറ്റ് ഒന്ന് പോയി കാണാം. ഓക്കെ, അവിടെ അടുത്തൊരു സൈറ്റ് ഉണ്ടെന്നാ പറഞ്ഞത്, പോയി നോക്കാം. അപ്പൊ നമ്മളെ ഹൈബ്രിഡ് സോളാർ വെച്ച സൈറ്റിലേക്ക് നമ്മൾ നേരിട്ട് വന്നൊക്കെയാണ്. നമുക്ക് കണ്ടാലോ ഇവിടെ അല്ലേ? തീർച്ചയായും നേരിട്ട് കണ്ടിട്ട് തന്നെ നമ്മള് വെക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുള്ളൂ. അപ്പൊ നമ്മളെ ഷഹീദ് ഖാന്റെ മോന്റെ വീട്ടിലെത്തിയിട്ടോ. ഇവിടെയാണ് നമ്മളെ ഹൈബ്രിഡ് സോളാർ വെച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ? നല്ല പെർഫോമൻസ് ആണ്. ബില്ലും കാര്യങ്ങളും ഒരു മാസത്തില് വരുന്നത് ഇപ്പൊ 240 രൂപയുടെ ബില്ലേ വരുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അത് വീട്ടില് പുതിയ വീടായതുകൊണ്ട് ഇതില് നിറയെ ലൈറ്റുകളാണ്, അകത്തും പുറത്തും ലൈറ്റും അതേപോലെ AC എല്ലാം ഇട്ടാലും ഈ 3 ഫേസ് കണക്ഷൻ ആയിട്ട് പോലും 240. ഈ മാസം 240 വന്നിട്ടുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ല, ഒരു പ്രശ്നമില്ല. എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. പിന്നെ വലിയ സുഖം എന്താന്ന് വെച്ചാൽ ഈ ബാറ്ററിയും മറ്റേ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ആകുമ്പോൾ അത് വെള്ളം വെക്കണം, അത് ശ്രദ്ധിക്കണം, അതിന്റെ വാട്ടർ ലെവൽ താഴോട്ട് പോകുന്നത് നോക്കണം, അതൊക്കെ വേണം. ഇതൊന്നും വേണ്ട. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സുഖം. ഇവർക്കാണെങ്കിൽ അത് നോക്കാനൊക്കെ നേരമില്ല. പിന്നെ ഇതാണ് നമ്മളെ സിസ്റ്റം വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ഞാൻ എവിടെയും കാണാത്തൊരു സംഭവം ഞാൻ ഇവിടെ കണ്ടു. ഇതില് എല്ലാ കാര്യങ്ങളും കാണിക്കണം. വീട്ടിലോട്ടുള്ളത് വരുന്നത്, അതേപോലെ പുറത്തത്തെ എല്ലാം കാണിക്കണ്ടല്ലേ? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഇത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നതാണ്. ഇതിൽ ഓരോ ടച്ച് ആണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള യൂണിറ്റ് കിട്ടും. എനർജി ക്ലിക്ക് ചെയ്താൽ ഈ മാസം എത്ര നമ്മൾ ചെയ്തു, ഈ ഡെയിലി എത്ര ചെയ്തു, മന്ത്ലി എത്ര, ഓരോ മാസത്തിലും എത്ര പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, ഒരു വർഷത്തിൽ എത്രയെന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഈ പറഞ്ഞ മറ്റുള്ള KSEB-ക്ക് എക്സ്പോർട്ട് ചെയ്ത ഭാഗമാണ്, എത്ര യൂണിറ്റ് കൊടുത്തു എന്നുള്ളതെല്ലാം ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് കാണിക്കും. ഇനി ഇതെല്ലാം തന്നെ നമ്മുടെ മൊബൈലും കാണും കേട്ടോ. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും നമുക്ക് ഇത് കാണാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഒരു മെയിൻ സേഫ്റ്റി ഫീച്ചർ ആണ് നമ്മൾ ഇവിടെ DC ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സോളാർ പാനലിൽ വരുന്ന പവറിനെ ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഓഫ് ചെയ്യാനും, അതുപോലെ SPD ലൈറ്റിനിങ് അറസ്റ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് താവും ചെയ്യും. അതേപോലെ നമുക്ക് മാനുവലി ചെയ്യാം. അപ്പോൾ വർക്ക് നടക്കണമെങ്കിൽ മാനുവലി ചെയ്യാൻ പറ്റും. ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ SPD ലൈറ്റിനിങ് സർജ് കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ പിന്നെ അത് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ചില അല്ലെങ്കിൽ ഇൻവെർട്ടർ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് ഉപയോഗിക്കുന്ന സംഗതികളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് ആണ്. ഇതാണ് നമ്മുടെ വീട് മൊത്തം അതെ കത്തിക്കാൻ വേണ്ടി സ്റ്റോറേജ് തരുന്ന ഒന്നുമില്ല. അത് ഇവിടെ ഇത് ഓൾറെഡി പിന്നെ നമുക്ക് അത് സാധാരണ നമ്മൾ പ്രിഫർ ചെയ്യണത് ഓൺ ഗ്രിഡ് ആണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ഹൈബ്രിഡ് ആകുമ്പോൾ നമ്മൾ റൂഫ് ടോപ്പിൽ ഇങ്ങനെ ഉള്ള ഓപ്പൺ സ്പേസിലൊക്കെ നമ്മൾ സാധാരണ ഇത് വെക്കാറ്. അപ്പോൾ ഇത് ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ മുകളിലാണ് വരുന്നത്. നമുക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴോ വെള്ളം ചെറുതായിട്ട് തെറിച്ചാലൊന്നും പ്രയാസമൊന്നും ഇതിനില്ല. പിന്നെ അതുപോലെ തന്നെ വീട്ടിലോട്ടുള്ള ലോഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ് വീട്ടിലോട്ടുള്ള ലോഡുകളെല്ലാം പോകുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ സിറ്റുവേഷനിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഓണായി, അപ്പോൾ ഇവിടെ ഗ്രിഡ് ഇവിടെ ചാലുവും ഇവിടെ ഇൻഡ്യൂന്ന് കാണിക്കുന്ന ഭാഗം ചാലുവും അത് നേരെ KCBക്ക് എക്സ്പോർട്ട് ആവും ചെയ്യും. ഇല്ല, ഒരു പ്രശ്നം വരാനില്ല. അപ്പൊ നമ്മളിപ്പോ ആളിൽ ഇവിടെ കറണ്ട് പോയാലും ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടുള്ള പോവും. ബാറ്ററി ഉണ്ടെങ്കിൽ ബാറ്ററി ചാലുമായിട്ട് നിർത്തും. ഇനി അതല്ല ഇപ്പൊ കറണ്ട് ഉണ്ട്, കറണ്ട് ഉണ്ട്, വീട്ടിൽ ആളില്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ പവർ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതിൽ വരുന്ന പവർ മൊത്തം എക്സ്പോർട്ട് ആവും. ഇപ്പൊ നമ്മുടെ അവിടുത്തെ നമ്മുടെ ഓഫ് ഗ്രിഡ് ഇപ്പൊ ഓൺ ഗ്രിഡ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ, ആ ഓൺ ഗ്രിഡ് ചെയ്ത സിസ്റ്റത്തിൽ നമുക്ക് കറണ്ട് ഉള്ള സമയത്ത് നിങ്ങൾ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് എക്സ്പോർട്ട് ആവും. ഈ കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിലോ വീട്ടിൽ ഉപയോഗിക്കാനും പറ്റില്ല. ആ ഒരൊറ്റ സിറ്റുവേഷനെ അവിടെ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ആകുമ്പോൾ രണ്ടു തരത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇല്ലില്ല, ഒരു പ്രോബ്ലം ഇല്ല. ഇത് ആ മോഡൽ ഉപയോഗിക്കണ വേറൊരു മോഡലാണ്. ഇത് ഇതിനേക്കാൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഇതുവരെ സെറ്റാണ്. നമുക്ക് ഒരു കാര്യം കൂടി കാണാണ്ട് മോളത്തെ പാനല് അതും കൂടി കണ്ടിട്ട് നമ്മള് ഏകദേശം നമ്മള് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മളെ പാനലും കാര്യങ്ങളും വെച്ചിരിക്കണേ അല്ലേ? അതെ അതെ അതെ, ഇവിടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മള് നിലവിലുള്ള ഫ്ലാറ്റ് റൂഫ്, ചില ആൾക്കാർ പറയും ഫ്ലാറ്റ് റൂഫില് അടിയിൽ വെച്ചാൽ മതി. പക്ഷെ നമുക്ക് മാക്സിമം ഷെയ്ഡ് ഫ്രീ ആവണമെങ്കിൽ ഇത് പൊന്തിച്ചനെ കൊടുക്കണം. കാരണം ഇവിടെ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ നമ്മൾ കയറാനുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ലാഡറും പിന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കൈവരി കൊടുക്കണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നമുക്കിത് നടന്ന 4 പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വാക്കിംഗ് റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 9 പാനല് വെച്ചിട്ടുള്ള ടോപ്പ് കോൺ ലേറ്റസ്റ്റ് മൊഡ്യൂൾ വെച്ചിട്ടുള്ള സിസ്റ്റം ആണിത്. അതിന്റെ ലൈറ്റിംഗ് അറസ്റ്റ് ആണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്, ആ കാണുന്നത്. അത് നമ്മൾ ചുമരിൽ എവിടെയും തട്ടാത്ത രീതിയിലാണ് ഇതിനെ ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് ചെയ്യണ സമയത്ത് എപ്പോഴും നോക്കേണ്ടത് ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നടക്കാനും നിൽക്കാനൊക്കെ പറ്റുന്ന സൗകര്യം നമ്മൾ എപ്പോഴും കാണണം. പല സൈറ്റുകളിലും ഉണ്ടാവലില്ല ഇങ്ങനെ. അതെ അതെ അതെ, ഈ ഇങ്ങനെ നടക്കും എന്ന് വെച്ചാൽ ഇതിന് കോസ്റ്റ് ഉണ്ട്. ഇത് കുറച്ചും കൂടി ചെലവ് കൂടും, ഈ എക്സ്ട്രാ ചെലവ് കൂടും ഇങ്ങനെ ഒരു ഇത് വെക്കണമെങ്കിൽ. ഓ പിന്നെ ഷോപ്പും കണ്ടു, അതേപോലെ സൈറ്റ് കാണാൻ പറഞ്ഞ സൈറ്റിക്കും വന്ന് പാനലും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നു. അപ്പൊ മൊത്തത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉഷാറാണ്. നമ്മളെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിട്ട് വന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും വെക്കണം. നമുക്ക് എത്തിച്ചേരണം. പിന്നെ തീർച്ചയായിട്ടും കൊണ്ട് എത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു 3 ഡേയ്സിന് ഇൻസ്റ്റലേഷൻ ടൈം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു 7 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് നമുക്കിതിന് KCB പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു 1.5 ആഴ്ച കംപ്ലീറ്റ്ലി ഒരാഴ്ച കൊണ്ട് വരെ എല്ലാം സെറ്റ് ആക്കി തരും. അപ്പം ഇൻഷാ അല്ലാഹ് വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് വളാഞ്ചേരി അടുത്താണ്. നമ്മൾ പ്രോജക്ട് ചെയ്യുന്നത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് 4 ജില്ലകളിലായിട്ടുണ്ട്. ഇവിടെ എല്ലാ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഇതാ ഞാൻ അടി കൊടുക്കുന്ന നമ്പറിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഒരു പിന്നെ സമയത്ത് വന്ന് നിങ്ങൾ നമ്മുടെ സ്ഥാപനം കണ്ടതിൽ വളരെയധികം സന്തോഷം. ശരി.